ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ കയ്യിലുള്ളൊരു ഡാർക്ക് ഫീമെയിൽ ഓറഞ്ച് ട്ടാ. ഡാർക്ക് കളറ് ഫീമെയിൽ ഓറഞ്ച് ക്രൈഫിഷ്. വലിയ ബ്രൂഡ് സ്റ്റോക്കിൽ പെട്ടതാണ്. അത്യാവശ്യം നല്ല വലിയ ഫീമെയിൽ ക്രൈഫിഷാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് എഗ്ഗ് നന്നായിട്ട് ലോഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വെള്ളം മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയതാണ് ട്ടോ ഇവളെ. അപ്പോൾ ഇവളെ എഗ്ഗ് ലോഡായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സെപ്റ്റംബർ ആദ്യ ദിവസങ്ങളിലാണ്. അപ്പോൾ ഇവളുടെ എഗ്ഗ് വിരിഞ്ഞ് കുട്ടികളൊക്കെ ഹാച്ചായി പുറത്ത് വന്ന് അവരെ നമ്മൾ സെയിൽ ചെയ്യേണ്ട സമയമാവുന്നത് ഏകദേശം ഒരു നവംബർ മാസം അവസാനത്തേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നവംബർ മാസത്തേക്കുള്ള ഒരു ബാച്ച് കുട്ടികളാണ് ഈ കാണുന്ന ഒരു ക്രൈഫിഷിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓരോ മാസവും ഇതുപോലെ കുട്ടികളെ സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. കാരണം ഒരു 2 മാസം മുമ്പ് എഗ്ഗ് ലോഡായവരെയാണ്, അവരുടെ കുട്ടികളെയാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ എപ്പോഴും എല്ലാ മാസവും കുട്ടികളെ സെയിൽ ചെയ്യാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ കയ്യിലൊരു ബ്രൂഡ് സ്റ്റോക്ക് വേണം. നമ്മൾ പുതിയ പുതിയ കുട്ടികളെ നമ്മുടെ ഒരു ബ്രൂഡ് സ്റ്റോക്കിൻ്റെ ഒരു കോളനിയാക്കി മാറ്റിയെടുക്കുകയും വേണം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ കളറുകളിലും നമ്മളൊരു 2ഓ 3ഓ ബാച്ചിലുള്ള ബ്രൂഡ് സ്റ്റോക്കുകൾ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കുട്ടികളെ എല്ലാ മാസവും സെയിൽ ചെയ്യാനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ബ്രൂഡിൻ്റെ കളക്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ടും പിന്നെ കുറേയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ കുട്ടികളെ യാതൊരു മുട്ടില്ലാണ്ട് എല്ലാ മാസവും സെയിൽ ചെയ്യാൻ പറ്റണേ. അപ്പോൾ ബ്രൂഡ് സ്റ്റോക്കുകൾ എപ്പോഴും നമ്മൾ ഒരു കളറിൽ തന്നെ പെട്ട 1-2 ബാച്ചുകളിലായിട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്രൈഫിഷ് വളർത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.